എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1 വയസ്സ് മുതൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയായ കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാതെ. വളരെ കുറച്ച് സാധനങ്ങളെ ഇതുണ്ടാക്കാൻ ആവശ്യമുള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യണം. ആദ്യം ഇതുപോലെ വലിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ബേസിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ടാണ് എടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ റെസിപ്പിയിൽ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. 250 ml മെഷറിംഗ് ഉള്ള ഒരു കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് അതിനകത്ത് തരികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 വട്ടമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ 2 വട്ടം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇത്. റൂം ടെമ്പറേച്ചറിലായിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് ഞെക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് കുഴിഞ്ഞു പോകും. ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു വിസ്കോ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് മിക്സറോ ഉപയോഗിച്ച് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. കുറച്ചുകൂടെ എളുപ്പത്തിന് ഞാനിവിടെ ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ബട്ടറിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ ഈ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാതെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബൗളിൻ്റെ സൈഡിലേക്ക് ആവുന്നതൊക്കെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നടുക്കിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്തത് ചേർക്കുന്നത് 2 മുട്ടയാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ആദ്യം ഒരു മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക ഒരു 2 മിനിറ്റ് നേരം. ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ 2 മുട്ടയും 100 ഗ്രാം ബട്ടറും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലായി കിട്ടും കേട്ടോ. നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത മുട്ട നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക. ഇതും ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 മുട്ടയും ബാറ്ററിലേക്ക് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വേറെ ഏത് എസൻസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഒരു എസൻസും കയ്യിലില്ലെങ്കിൽ ഒരല്പം ഏലക്ക പൊടിച്ചിട്ടാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ 2 വട്ടം അരിച്ചു വെച്ച 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഒപ്പം തന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ ചേർക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സും സ്പ്രിങ്കിൾസും ഒക്കെ ഉണ്ടെങ്കിൽ കപ്പ് കേക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. കൂടെ തന്നെ പാല് ചേർത്ത് കൊടുക്കണം. 5 ടേബിൾ സ്പൂൺ പാലാണ് ഈ റെസിപ്പിയിൽ വേണ്ടത്. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ ലോ സ്പീഡിൽ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഓവർ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പ് കേക്ക് ഹാർഡായി പോവും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ടോട്ടൽ 5 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിട്ടുള്ളത്.
ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു കപ്പ് കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കപ്പ് കേക്കിൻ്റെ ലൈനർ വെച്ച് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്ക് ട്രേയും ലൈനറും ഒന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇതുപോലെ ടീ കപ്പുകൾ ഉണ്ടാവുമല്ലോ, ഇതിൽ നന്നായിട്ട് ഓയിൽ തടവിയിട്ട് ഇതിൽ കാണിക്കുന്ന സെയിം മെത്തേഡിൽ ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഓരോന്നിലേക്കും സെയിം ക്വാണ്ടിറ്റിയിൽ വീഴുന്ന അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ച് ലെവൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ചൂടാവുമ്പോൾ ആ ബട്ടർ ഉരുകിയിട്ട് ലെവലായിക്കോളും. ഇനി ഓരോന്നിൻ്റെ മുകളിലേക്കും കുറച്ച് സ്പ്രിങ്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സോ നട്ട്സോ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പോട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്നു നോക്കാം. മുകൾ ഭാഗം ഒന്നും പൊട്ടിപ്പോകാതെ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയിട്ട് ഉൾഭാഗം വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ബാക്കിയുണ്ടായിരുന്ന ബാറ്റർ 2 ടീ കപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ പോട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതും നമുക്ക് അരമണിക്കൂർ കൊണ്ട് റെഡി ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ആദ്യം വെച്ച കപ്പ് കേക്ക് നന്നായിട്ട് ചൂട് മാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഷേപ്പിൽ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഞാൻ ഒരെണ്ണം തുറന്ന് കാണിക്കാം. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവുമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. വിപ്പിംഗ് ക്രീം വെച്ച് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്തില്ലെങ്കിലും കപ്പ് കേക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന റോസസ് ഉണ്ട്, അത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ടീ കപ്പിൽ വെച്ച കപ്പ് കേക്കും ഇവിടെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മറ്റേ കപ്പ് കേക്ക് ലൈനറിൽ ഇല്ലെങ്കിലും ഇതിലുണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ കപ്പ് കേക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.